എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം തന്നൊരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ഹല്ലേലൂയ ഞാൻ വേഗത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമാണ് ദൈവം തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വലിയ ദൈവ പ്രവർത്തിത്തിനകത്തുണ്ട്. അല്ലെങ്കിൽ ഈ വചനത്തിനകത്ത്, ഈ വാക്യത്തിനകത്ത് ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അതിന്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോവുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ വെള്ളം നിന്റെ മീതെ കവിയുകയില്ല. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, നീ വെള്ളത്തിൽ കൂടെ കടക്കും. ചില പ്രതിസന്ധികളിലൂടെ നീ കടക്കും. ചില പ്രതികൂലങ്ങളിലൂടെ നീ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, വെള്ളമില്ലെന്നല്ല, നീ വെള്ളത്തിൽ കൂടെ നടന്നാലും ആ വെള്ളം നിന്റെ മീതെ കവിയുകയില്ല. ഹല്ലേലൂയ. ഇതാരാ പറഞ്ഞെന്നറിയാമോ? സർവശക്തനായ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ, ഒറ്റ സെക്കൻഡ് കൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ തമ്പുരാനാണ് പറയുന്നത്, നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ വെള്ളം നിന്റെ മീതെ കവിയുകയില്ല. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, അത് നിനക്ക് ബാധിക്കത്തില്ല. അത് നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതവർക്ക് പറയാൻ പറ്റും. ഹല്ലേലൂയ. ഈ ദൈവം ശക്തനായ ഒരു ദൈവമാണ്. ദൈവത്തിന് മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയൂ. സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, ഹല്ലേലൂയ, സമുദ്രത്തിന് മണൽത്തരികൾ കൊണ്ട് അതിർവരമ്പ് സൃഷ്ടിച്ച ദൈവം, ഹല്ലേലൂയ, ആ ദൈവമാ പറയുന്നത്, നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ ഹല്ലേലൂയ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നു പോയാലും നീ വെന്തു പോകത്തില്ല. തീയുടെ അവസ്ഥകൾ എത്രയോ തവണ നമ്മൾ അനുഭവിച്ചവരാണ്. ഹല്ലേലൂയ. എന്ത് ചെയ്യണം, എന്തായിത്തീരും, മുന്നോട്ട് എങ്ങനെ പോകും എന്നൊക്കെ ഹല്ലേലൂയ നമ്മൾ വിചാരിച്ച എത്രയോ പ്രാവശ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ മാറിയാലും, ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാൽ ഒരിക്കലും മാറ്റി നിർത്താത്തൊരു തമ്പുരാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ ഉറപ്പു തരാം, ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. ഇവൻ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമറിയോ? ദൈവത്തിന് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. നീ വെള്ളത്തിൽ കൂടെയല്ല, നീ തീയിൽ കൂടെയല്ല, നീ പ്രതിസന്ധികളിലൂടെയല്ല, നീ പ്രതികൂലത്തിന്റെ നടുവിലൂടെ നടന്നു പോയാലോ നിന്നെ കരുതുവാൻ ശക്തനായൊരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവം ഇങ്ങനെ പറയുന്നത്. ആർക്കും പറയാൻ പറ്റത്തില്ല, നീ പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ ഞാൻ നിന്നെ വിടുവിക്കാം. ഹല്ലേലൂയ. നീ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ വിടുവിക്കാം. ഹല്ലേലൂയ. ആർക്കും പറയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം പറയുകയാ, നീ വെള്ളത്തിൽ കൂടി നടന്നാൽ ആ വെള്ളം നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാലും വെന്തു പോകത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, അനവധി വിഷയങ്ങൾ നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കുവാൻ സർവശക്തനായ ദൈവം പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയാമോ? ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാനുള്ള ദൈവം. ആർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന കർത്താവിനെ സ്നേഹിക്കാൻ, ഇന്നും ജീവിക്കുന്ന കർത്താവിനോട് ചേർന്ന് നടക്കാൻ, ഈ അത്ഭുതങ്ങളുടെ ദൈവത്തെ പിടിക്കുവാൻ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാക്കുകൾ ഏറ്റെടുക്കുക, റിസീവ് ചെയ്യുക. എന്നെ കരുതുക, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എല്ലാവരെയും അറിയട്ടെ. God bless you.